നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പ് പോവുകയാണ്. ഞങ്ങൾ നെടുങ്കണ്ടത്തെ സിന്ധുവിൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ കുട്ടിക്കാനത്തിറങ്ങി നമ്മുടെ AVJ ഗ്രൂപ്പിൻ്റെ തേയിലത്തോട്ടമായത്. തേയിലത്തോട്ടത്തിൽ നമുക്ക് ദൂരെ നിന്ന് കാണാൻ സാധിക്കും. ഈ കാണുന്ന വഴിയാണ് ആശ്ലി ബംഗ്ലാവിലേക്കും ഉറുമ്പിക്കരയ്ക്കും പോകുന്ന റൂട്ടാക്കുക. ദൂരെ കാണുന്ന ആ വഴി. അപ്പം പണ്ടൊക്കെ ഇവിടെ നമ്മൾ തേയില കൈകൊണ്ട് നുള്ളിയെടുക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് കത്രികയ്ക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം വളരെ എളുപ്പമുള്ള പണിയാണ്. അവർക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കട്ട് ചെയ്യാൻ സാധിക്കും. നേരത്തെയൊക്കെ 50-60 കിലോ കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് അവർക്ക് 100-120 കിലോ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആ ചേച്ചിമാർ പറഞ്ഞു. സിന്ധുവിൻ്റെ മൂത്ത സഹോദരനുണ്ട്, രണ്ടാമത്തെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട്, ഞങ്ങൾ 2 പേരുമുണ്ട്. കുട്ടിക്കാനത്തെ വൈകുന്നേരത്തുണ്ടായ ഒരു സായാഹ്നമായി കാണുന്നത് വളരെ മനോഹരമായിട്ട് നമ്മുടെ മഴക്കാറ് കൊണ്ട് കിടക്കുന്ന സമയത്തോടെ കാണാൻ വളരെ ഭംഗിയായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ കാഴ്ച നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇതിൽ നിറച്ച് നമ്മുടെ കാട്ടുപേരയാണ്, ചെറിയ പേരക്കയാണ്, നിറച്ച് പേരക്കായി പേരയിലൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ആശ്ലി ബംഗ്ലാവിലേക്ക് പോകുന്ന ആ വഴിയാണ്, ദൂരെ കാണുന്ന വഴി. അവർ തേയില നുള്ളുന്നുണ്ടോ? തേയില പണ്ടായിരുന്നു തേയില നുള്ളുന്നത്, ഇപ്പം നുള്ളുമല്ല, ഇപ്പം കട്ട് ചെയ്തെടുക്കുക ഇവിടെ കത്രികയ്ക്ക്. അത് ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോഴ്. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, ഇപ്പം ഇങ്ങനെയാണെന്നൊക്കെ പറയുക നമ്മളോട് കാര്യങ്ങളൊക്കെ. പുള്ളിക്കാർ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു, എവിടുന്ന് വരുക, എങ്ങനെ, അതൊക്കെ ചോദിച്ചു. അതെ അതെ അതെ. ഇതിനോട് എന്തോ അവിടെ സംസാരിക്കുന്നത് അതാ പറഞ്ഞത്. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് ഫോൺ വന്നു അമ്മുവിൻ്റെ. നമുക്ക് കിഴക്കോട്ടുള്ള യാത്രകളിൽ കുട്ടിക്കാനവും വാഗമണ്ണും ഒക്കെ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത നല്ല അത്ര മനോഹരമായ ഒരു പ്രകൃതിരമണീയമായ സ്ഥലമാണ്. എന്നാൽ മറ്റ് വനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എങ്കിലും ഒന്നിറങ്ങി 10 മിനിറ്റ് അവിടെ നിന്ന് ആ ഭംഗിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാൻ സാധിക്കും. നല്ല പൂത്തലഞ്ഞ് നിൽക്കുന്ന ഈ ചെടി കാണുമ്പോൾ ഏതൊരു മനുഷ്യനുമായാലും അതൊന്നും നിർത്തി കാണണമെന്ന് തോന്നും. പക്ഷേ ഇത് നമ്മുടെ നാട്ടുപ്രദേശത്തൊന്നും ഇത് ഇത്രമാത്രം പൂവുണ്ടാവില്ല. അവിടുത്തെ കാലാവസ്ഥയുടെയും തണുപ്പും ഒക്കെ അനുസരിച്ചായിരിക്കും ഇത്രമാത്രം പൂവുണ്ടാവുന്നത്. നല്ല വേറെ ഒരു പ്രത്യേക വെറൈറ്റി. ഇത് 2 കളറാണ് ഒറ്റ പൂത്ത്. ഇത് മാമിയുടെ അമ്മയാണ്. പിന്നെ അവിടെ നിൽക്കുന്നത് മാമിയുടെ സഹോദരനാണ്. അമ്മ ഇപ്പം മാമിയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഇപ്പം പുറത്തോട്ടൊന്നും അങ്ങനെ എപ്പോഴും പോകാറൊന്നുമില്ല. ഇത് നമ്മുടെ മാമിയുടെ സഹോദരൻ സുരേഷിൻ്റെ വൈഫ് വരച്ചതാണ്. അനന്തസയനം, നല്ല സൂപ്പർ എണ്ണച്ചായ ചിത്രമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുകയാണ്. ഒരുപാട് ചിത്രങ്ങൾ പുള്ളിക്കാരി വരയ്ക്കുന്നുണ്ട്. അതിലെ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള ചിത്രമാണ് ഇത്. വലിയൊരു ചിത്രമാണ്, ചെറു ചിത്രമൊന്നുമല്ല. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിച്ച് ഏർപ്പാടാക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ നൂണൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ അഞ്ചുരുളി പോയി. അവിടെ ഒരുപാടൊന്നും കാണാനില്ലായിരുന്നു, ഇപ്പം അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അവിടെ ടണലിൻ്റെ അവിടെ വെള്ളക്കൂടുതലായതുകൊണ്ട് അവിടെ ഇപ്പം ഫോറസ്റ്റ് ഗാർഡൊക്കെ ഉണ്ട്. അവരപ്പോൾ അങ്ങോട്ടൊന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങാനൊന്നും അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ നേരെ നമ്മുടെ ടണൽ വന്ന് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിലോട്ടാണ് ഈ ടണൽ വന്നിറങ്ങുന്നത്. 2 ആറ്റിൽ നിന്നും കൂടിയുള്ള വെള്ളമാണ് ഈ ടണലിൽ കൂടെ ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിൽ വന്നിറങ്ങുന്നത്. ഏക്കർ കണക്കിന്, കിലോമീറ്റർ കണക്കിന് വലിപ്പത്തിൽ കിടക്കുന്ന നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ. ഇത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റും. ഇപ്പോൾ നെടുങ്കണ്ടത്തുനിന്ന് നമ്മൾ ദേവികുളത്തിന് പോകുന്ന സമയത്ത് അവിടെയൊക്കെ ഈ റിസർവോയറിൻ്റെ ഭാഗം നമുക്ക് കാണാം. പിന്നെ തൂക്കുപാലത്ത് കാണാം, അയ്യപ്പൻ കോവിലിൻ്റെ ഭാഗത്ത് കാണാം. ഇത് മൊത്തം ഇടുക്കി ഡാമിൻ്റെ റിസർവോയറാണ്. എത്ര ആയിരം ഏക്കറാണെന്നറിയാം ഇത് കിടക്കുന്ന വെള്ളം കയറി കിടക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് വൈകുന്നേരത്തെ ആകാശം കാണാൻ വേണ്ടി. ഇതിപ്പോൾ നമ്മുടെ ടണലിലോട്ട് ഇറങ്ങുന്ന വഴിയാണ്. ചെറിയ ദുർഘടമാണ് വഴിയെപ്പറ്റി. ഞങ്ങളാരും ഇറങ്ങിയില്ല, കാരണം വഴി ഭയങ്കര മോശമാണ്. അത് കാരണം ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി, അതുകൊണ്ട് ഇറങ്ങിയില്ല. മൊത്തം ഇങ്ങനെ ചെറിയ മഴ ഉണ്ടായിരുന്നു. പിന്നെ ഉരുളൻകല്ലും ഒക്കെ ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ അവർ ഫോറസ്റ്റ് ഗാർഡ് സമ്മതിക്കത്തില്ല. ഇപ്പോൾ വെള്ളം നല്ല ശക്തിയായിട്ട് ഒഴുകി വരുന്നുണ്ട്. മുകളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കരയിൽ കയറാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം ഇങ്ങെത്തും, അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞ് എന്നെ ഗാർഡ് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ സമ്മതിച്ചില്ല. നല്ല ശക്തമായ രീതിയിലാണ് താപ്പോട്ട് ഈ അരുവി ഒഴുകി റിസർവോയറിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ ദൂരത്തിലുള്ള കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. കാരണം ഈ ഭാഗം നല്ല ഉയരത്തിൽ കിടക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഞങ്ങൾ പിന്നെയും പോയത് നേരെ തൂക്കുപാലത്തിലേക്കാണ്. തൂക്കുപാലം അയ്യപ്പൻ കോവിലിലേക്കാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഈ തൂക്കുപാലത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ തൂക്കുപാലം പണിതിട്ട് 14 വർഷമായി. പക്ഷേ ഇതിൻ്റെ ഉദ്ഘാടനം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല.
പക്ഷേ പാലത്തിൽ കൂടെ ജനസഞ്ചാരമുണ്ട്. നമ്മുടെ താഴെ റിസർവോയറിൽ വെള്ളം കയറുന്ന സമയത്ത് കാൽനട യാത്രക്കാർക്കും മറുകരയിലേക്ക് പോകാനുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം പക്ഷേ അവിടെ ഒട്ടും വെള്ളമില്ല. താഴെ ഇങ്ങനെ ഉണങ്ങിക്കിടക്കുക. ഉണങ്ങി ദേ പുല്ലൊക്കെ കയറി ഇങ്ങനെ കിടക്കുക. പക്ഷേ ഇപ്പോഴല്ല, വലിയ മഴ സമയത്ത് താഴെ വെള്ളം, ഡാം നിറയുന്ന സമയത്ത് വെള്ളം കയറും. താഴെ കൂടെ വഴിയുണ്ട്, നമുക്ക് കാറിൽ പോകാം. അയ്യപ്പൻ കോവിലിലോട്ട് പോകാൻ പറ്റും. ഞങ്ങൾ അങ്ങനെ അയ്യപ്പൻ കോവിലൊക്കെ പോയി. ഈ തൂക്കുപാലത്തിൻ്റെ താഴെയായിട്ട് നമ്മുടെ മുല്ലപ്പെരിയാറിനോളം പഴക്കമുള്ള ഒരു ചെറിയൊരു പാലമുണ്ട്. ബ്രിട്ടീഷുകാർ പണിത പാലം. അതും നല്ല സുർക്കി മിശ്രിതം ഇട്ടാൽ അത് പണിതിരിക്കുന്നത്. നമുക്ക് ആ സുർക്കി മിശ്രിതം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ അയ്യപ്പൻ കോവിലിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള കൊച്ചു പാലം പോയി കണ്ടാൽ മതി. ഇന്നും അതിൻ്റെ മുകളിൽ കൂടെ തടിലോറി ലോഡുമായിട്ട് വരുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. 130 വർഷത്തോളം പഴക്കത്തിൽ നിൽക്കുന്ന ആ കൊച്ചു പാലത്തിൻ്റെ മുകളിൽ കൂടെ ഫുള്ള് തടി കയറ്റിക്കൊണ്ട് ഒരു ലോറി വരുന്നത്. എത്ര ടണ്ണ് ഭാരമായിട്ട് ആ ലോറി ഇപ്പോഴും ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ വരുന്നതെന്ന് അറിയാമോ? ഇതുവഴി ഇതിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന കൊച്ചു പാലമുള്ളത്. ആ പാലം നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. ആ കാണുന്നതാണ് പാലം. ആ റോഡ് പോകുന്നത്, ആ റോഡ് നേരെ പോകുന്ന അയ്യപ്പൻ കോവിലിലേക്കാണ്. ഇതെല്ലാം റിസർവോയറാണ്. ഇവിടെ നമ്മുടെ തൂക്കുപാലത്തിൻ്റെ മറുകരയിലായിട്ട് ഒരു ചേട്ടൻ്റെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട്. പക്ഷേ ആ ചായക്കടയിൽ നമുക്ക് ചായ കിട്ടിയില്ല. പക്ഷേ അവിടെ ഇടിച്ചു പൊടിച്ചെടുത്തുണ്ടാക്കിയ നല്ല കട്ടൻ കാപ്പി, നമ്മുടെ തേങ്ങ ഉണ്ട, നമ്മുടെ ബോണ്ട മാതിരി നാട്ടുമ്പുറത്തൊക്കെ ബോണ്ട എന്ന് പറയുന്ന പോലുള്ള തേങ്ങ ഉണ്ട, വളരെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമായിരുന്നത്. അതും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി കട്ടൻ കാപ്പി അദ്ദേഹം തന്നു. അതെല്ലാം കഴിച്ചിട്ട് നമുക്ക് അവിടെ നമ്മുടെ ഒരു ആദിവാസി രാജാവുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തെ കാണാനായിട്ട് ഞങ്ങൾ പോയി. പക്ഷേങ്കിൽ അദ്ദേഹം കോഴിക്കോട്ട് എവിടെയോ പോയിട്ട് വന്നിട്ട് വിശ്രമത്തിലായിരുന്നുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ വീടിലൊക്കെ ഞങ്ങളെത്തി. അദ്ദേഹത്തിൻ്റെ അമ്മാവനെ കണ്ടു, അമ്മാവനായിട്ടൊക്കെ സംസാരിച്ചു. ഇത് ആണ് അയ്യപ്പൻ കോവിൽ. എത്ര വർഷത്തെ പഴക്കം. ശബരിമല അമ്പലത്തിൻ്റെ ചരിത്രമൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഈ അമ്പലത്തിനെ പറ്റിയുള്ള ചരിത്രമൊന്നുമില്ല. ഇന്ന് ഏത് കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചതെന്നൊന്നും. അതെ, ഇത്ര ഉള്ളില് ഇങ്ങനെയൊക്കെ ഒരു അമ്പലം എന്ന് പറഞ്ഞാലേ അത് ഭയങ്കര അമ്പലം തന്നെയാണ്. നമ്മുടെ 18 പ്രളയത്തിൽ അമ്പലം മുങ്ങിപ്പോയിരുന്നു. അപ്പോൾ എത്രമാത്രം വെള്ളം കയറിയിരുന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി നേരെ ഞങ്ങൾ വെള്ളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിലെത്തി. അല്ലേ? വളഞ്ഞങ്ങാനം എന്നാണോ ഈ സ്ഥലത്തിൻ്റെ പേര്? വളഞ്ഞങ്ങാനം, മുറിഞ്ഞപുഴ ഇവിടെ എത്തി. ഇത് കണ്ടോ, വിശപ്പിൻ്റെ വിളി എല്ലാവർക്കും ഒരുപോലെയല്ലേ? ആരോ കൊടുത്ത പൊട്ടുകടല ആർത്തിയോടുകൂടി കഴിക്കുന്ന കവറൊക്കെ പൊട്ടിച്ചു വെച്ച് അതിൽ നിന്ന് പെറുക്കിയെടുത്താണ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ കുറേ നേരം കണ്ടിട്ട് പിന്നെ അവിടുന്ന് ആഹാരം കഴിച്ചു, ചായ കുടിച്ചു, സ്നാക്സ് കഴിച്ചു. കാരണം കുറച്ച് വിശപ്പായിരുന്നു, കുറേ യാത്രയില്ലായിരുന്നോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. വെള്ളച്ചാട്ടമൊക്കെ കണ്ട് പാഞ്ചാലിമേട്ടി കാരണം വിചാരിച്ച നടന്നില്ല. അത് നടന്നില്ല. അപ്പം ഞങ്ങളുടെ വീഡിയോ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ടാറ്റ.